പരിസ്ഥിതി സംഘടനയായ ഓയിസ്ക ഇന്റർനാഷണൽ കേരള ഘടകത്തിന്റെ ഉത്തരമേഖലാ പ്രസിഡന്റായി പെരിന്തൽമണ്ണ സ്വദേശി ഡോക്ടർ പി കൃഷ്ണദാസിനെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഓയിസ്ക യൂത്ത് സെന്ററിൽ നടന്ന ഓയിസ്ക കേരള സ്റ്റേറ്റ് വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് ഡോക്ടർ പി കൃഷ്ണദാസിനെ സംഘടനയുടെ ഉത്തരമേഖലാ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രകൃതി ചൂഷണത്തിനുമെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഡോക്ടർ പി കൃഷ്ണദാസ് പറഞ്ഞു. പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ ചീഫ് ഫിസിഷ്യനാണ് ഡോക്ടർ പി കൃഷ്ണദാസ്. കഴിഞ്ഞ 25 വർഷമായി പരിസ്ഥിതി സംഘടനയായ ഒയിസ്ക ഇന്റർനാഷണലിന്റെ പ്രവർത്തകനാണ്. ഡോക്ടറുടെ നേതൃത്വത്തിൽ എരവിമംഗലത്തെ പ്രകൃതിജന്യമായ നീരുറവയെ ഉപയോഗപ്പെടുത്തിയുള്ള അമൃതം പൊയ്കയും വേറിട്ട ചികിത്സാരീതിയായ നീന്തൽ വ്യായാമവും ജൈവ വൈവിധ്യ ഉദ്യാനവുമെല്ലാം അനവധി പേരെ പ്രകൃതിയോട് അടുപ്പിച്ചു. വനവൽക്കരണത്തിന് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന വ്യത്യസ്ത പരിപാടികളും ഡോക്ടർ പി കൃഷ്ണദാസ് നടപ്പാക്കി. ഈ പ്രവർത്തന മികവിനുള്ള അംഗീകാരമായാണ് ഒയിസ്ക ഇന്റർനാഷണൽ കേരള ഘടകത്തിന്റെ ഉത്തരമേഖല പ്രസിഡന്റായി ഡോക്ടർ പി കൃഷ്ണദാസിനെ തിരഞ്ഞെടുത്തത്. തൃശൂർ, കാസർഗോഡ് ജില്ലകളിലെ 90-ലേറെ ഒയിസ്ക ചാപ്റ്ററുകളെ ഏകോപിപ്പിക്കുന്നതിന് മേൽനോട്ടം വഹിക്കേണ്ടത് ഉത്തരമേഖല പ്രസിഡന്റിന്റെ ചുമതലയാണ്. പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു അംഗീകാരമാണ് ഓയിസ്ക എന്ന ആഗോള പരിസ്ഥിതി സംഘടനയുടെ കേരള ഘടകത്തിന്റെ ഉത്തരമേഖല പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഞാനതിൽ അതീവ സന്തുഷ്ടനാണ്. ഞങ്ങൾ കഴിഞ്ഞ 25 വർഷത്തോളമായി ഓയിസ്കയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ്. ഞാനും ഭാര്യയും ഒക്കെ ഓയിസ്ക പ്രവർത്തകരാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഓയിസ്കയുടെ പെരിന്തൽമണ്ണ ചാപ്റ്ററിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ പദവികളും മലപ്പുറം ജില്ലാ ചാപ്റ്ററിൻ്റെ സെക്രട്ടറി ആയിട്ടും പ്രസിഡന്റായിട്ടും പ്രവർത്തിച്ച് ധാരാളം പ്രവർത്തന പരിചയമുള്ള ഒരു മേഖലയാണ് ഓയിസ്കയുടേത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഓയിസ്ക യൂത്ത് സെൻറ്ററിൽ വെച്ച് നടന്ന സംസ്ഥാന വാർഷിക ജനറൽ ബോഡിയിൽ വെച്ചാണ് ഞങ്ങളുടെ സൗത്ത് ഇന്ത്യ ഡയറക്ടർ ജനറലായ ശ്രീ അരവിന്ദ് ബാബു സാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഓയിസ്കയുടെ ഉത്തരമേഖല പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ഓയിസ്ക ചാപ്റ്ററുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഉത്തരമേഖല പ്രസിഡന്റിൻ്റെ ചുമതല ആയിട്ട് വരുന്നത്. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി സെക്രട്ടറി അടക്കമുള്ള നല്ല ഒരു ടീം ഉണ്ടായിരിക്കും. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ ജില്ലകളിലെ ഓയിസ്കയുടെ ചാപ്റ്ററുകളെ നന്നായി പ്രവർത്തിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. സാമൂഹ്യ വനവൽക്കരണം, കൃഷി, പരിസ്ഥിതി, ആരോഗ്യം, കാർഷിക വ്യവസായങ്ങൾ, ഔഷധസസ്യ പരിപാലനം, മാലിന്യ നിർമ്മാർജ്ജനം, തണ്ണീർത്തട സംരക്ഷണം, ജീവിതശൈലി രോഗനിവാരണ പ്രവർത്തനങ്ങൾ എന്നീ പ്രവർത്തന മേഖലകൾക്കാണ് ഒയിസ്ക മുൻതൂക്കം നൽകുന്നത്. സ്ത്രീകളെ കൃഷിയിലേക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത്തവണ ഒയിസ്ക മുന്നോട്ട് വയ്ക്കുന്ന പുതിയ പദ്ധതിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കാർഷിക എഞ്ചിനീയറിങ്ങിനാണ്. ഈ വർഷം സ്ത്രീകൾക്ക് കൃഷിയിലുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രത്യേക ഊന്നലും കൂടി നൽകുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഇഷ്ടം പോലെ നല്ല നല്ല പ്രവർത്തകർ, യാതൊരു ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ നമുക്കുണ്ട്. സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ടുള്ള ശുദ്ധോധൻ സാറ് തുടങ്ങി ഒരുപാട് ആൾക്കാർ ഈ ബാബു സാറിൻ്റെ കൂടെ ഉണ്ട്. എടുത്തു പറയേണ്ടവരാണ് നമ്മുടെ സൗത്ത് ഇന്ത്യ ചാപ്റ്ററിൻ്റെ പ്രസിഡന്റ് പ്രൊഫസർ തോമസ് തേവര സാറ്, അതേപോലെ തന്നെ നളിനാക്ഷൻ സാറ്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് നല്ല പ്രകൃതിയെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ കൂട്ടായ പ്രവർത്തനമാണ് ഈ ഓയിസ്കയുടെ പ്രവർത്തനം. പെരിന്തൽമണ്ണയിലും നല്ല വിശാലമായി പ്രവർത്തിക്കുന്ന ഒരു ചാപ്റ്ററുണ്ട്, നല്ല പ്രവർത്തകരുണ്ട്. മലപ്പുറം ജില്ലാ ചാപ്റ്ററുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനാണ് ഈ വർഷം ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും പഞ്ചായത്തുകളിലും ഒക്കെ ഓയിസ്കയുടെ ചാപ്റ്ററുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇതൊരു പരിസ്ഥിതി സംഘടനയാണ്. ഡോക്ടർ പി കൃഷ്ണദാസ് ഒയിസ്കയുടെ പെരിന്തൽമണ്ണ ചാപ്റ്റർ പ്രസിഡന്റ്, സെക്രട്ടറി, മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി പദവികൾ വഹിച്ചിട്ടുണ്ട്. 2024 ജപ്പാനിൽ ടോക്കിയോയിൽ നടന്ന ഒയിസ്ക ബോർഡ് യോഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നു. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.